اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിസ്മരണീയമായ അള്ളാഹുവിലേക്കുള്ള യാത്ര നടത്തിയ സുന്ദരമായ രാവാണ് ഇന്ന്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ എല്ലാ സയൻസിനെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ആകാശയാത്ര ഇന്ന് ക്വാണ്ടം ഫിസിക്സ് പോലും അതിൻ്റെ ആളുകൾ പോലും സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് മഹാന്മാരാകുന്ന ആളുകളൊക്കെ വിസ്മയകരമായ ഒരുപാട് കാര്യങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റജബ് 27 രാവ്, തിങ്കളാഴ്ച രാവ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് സയ്യിദുനാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും സയ്യിദുനാ മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും വന്നുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിലേക്കുള്ള യാത്രക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി യാത്ര തുടങ്ങുകയാണ്. ഇവിടെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അവൻ്റെ അടിമയെ കൊണ്ട് രാപ്രയാണം നടത്തി എന്നാണ്. അടിമ എന്ന് പറയുമ്പോൾ ഒരാൾ വലിയ ഉബൂദിയത്തിൻ്റെ മക്കാമിലുള്ള ഒരു വ്യക്തിക്ക് ഈ രാപ്രയാണം നടത്താനുള്ള പവറുള്ളൂ. ഉബൂദിയത്തിൻ്റെ മക്കാമ് എന്ന് പറഞ്ഞാൽ വലിയ മക്കാമാണ്. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ സുന്ദരമായ മക്കാം. ആ അബ്ദിയത്തിൻ്റെ മക്കാമിലുള്ള ആളുകൾക്ക് ഈ യാത്ര കഴിയൂ എന്നുള്ള ഏറ്റവും വലിയൊരു സന്ദേശം ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ പോകുന്നത് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അന്നത്തെ കാലത്ത് ഒരാൾക്ക് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തണമെങ്കിൽ 1 മാസത്തെ വഴിദൂരം സഞ്ചരിച്ചാൽ മാത്രമേ എത്തൂ. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അങ്ങോട്ടെത്തണമെങ്കിൽ 1 മാസം വേണം, തിരിച്ചവിടുന്ന് ഇങ്ങോട്ടെത്തണമെങ്കിലും 1 മാസം വേണം. എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിൽ ഒന്ന് പോയി വരണമെങ്കിൽ 2 മാസത്തെ സമയം അനിവാര്യമാണ്. ഈ ഘട്ടത്തിലാണ്, രാത്രി പകുതിയായ സമയത്താണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യുന്നത്. ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹുവിൻ്റെ പ്രവാചകർ ചെല്ലുമ്പോൾ 1,24,000 പ്രവാചകന്മാർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകർ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാരുടെ ഹൃദയത്തിലും പ്രത്യേകമായ ഒരു സുന്ദരമായ സീല് അല്ലാഹു തആല വെക്കുകയാണ്. എന്താണ് ആ സീല്? ഇത് നിങ്ങളുടെ നേതാവാണ്, ഇത് അഷ്റഫുൽ ഖൽഖാണ്. ഈ അഷ്റഫുൽ ഖൽഖിനെ അംഗീകരിക്കാത്ത, ഈ അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്ത ഒരാൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമില്ല എന്ന് അറിയിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അറേഞ്ച്മെന്റും അവിടെ സംഘടിപ്പിക്കുകയാണ്. എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി അള്ളാഹുവിന്റെ പ്രവാചകർ നിസ്കരിച്ചു ശേഷമാണ് അത്ഭുതപരമായ യാത്രയുണ്ടാകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഭൂമിയിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്കുള്ള ദൂരം ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഇബ്രാഹിം അൽ ജിയലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 500 കൊല്ലത്തെ വഴിദൂരമാണ്. ഭൂമിയിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലേക്കുള്ള ദൂരം 500 കൊല്ലത്തെ വഴിദൂരം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് കിലോമീറ്ററാണ്. അവിടുന്ന് രണ്ടാമത്തെ ആകാശത്തിലേക്ക് 500 കൊല്ലത്തെ വഴിദൂരം, അവിടുന്ന് 3ലേക്ക് 500 കൊല്ലത്തെ വഴിദൂരം. ഓരോ ആകാശത്തിന്റെ ഇടയിലും 500 കൊല്ലത്തെ വഴിദൂരമുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താണ്ടുകയാണ്. ശേഷം ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശങ്ങളും കഴിഞ്ഞ് അവിടുന്ന് അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്തേക്ക് ചെല്ലുന്നു. ഈ ഏഴാമത്തെ ആകാശത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അർശിലേക്കുള്ള ദൂരം അള്ളാന്റെ റസൂല് ഇതുവരെ സഞ്ചരിച്ച ദൂരത്തിനേക്കാൾ എത്രയോ ഉണ്ട്. അത് മുഴുവൻ അള്ളാഹുവിന്റെ റസൂൽ സഞ്ചരിച്ചു. അർശിന്റെ അവിടെ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന സുന്ദരമായ വൃക്ഷത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അതുവരെ പ്രവാചകന്മാർക്ക് പ്രവേശനമുള്ളൂ. അതിനപ്പുറത്തേക്ക് പ്രവാചകന്മാർ അതുവരെ മലായികത്തുൽ കിറാമിനിക്ക് പ്രവേശനമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും പ്രവേശനമില്ല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീലും അവിടെ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്, ജിബ്രീൽ, ഇത്ര ദൂരം എൻ്റെ കൂടെ എന്നെ വഴി നടത്തിയ, എനിക്ക് മാർഗനിർദ്ദേശം നൽകിയ അങ്ങ് എന്നെ വിട്ട് പിരിയുകയാണോ എന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് പറയുമ്പോൾ സയ്യിദുന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ലൗ ദനൗതു അൻമിലതൻ ലഹ്തറഖ്തു, ഞാനൊരു അണുമണി തൂക്കം ഞാൻ ഈ സിദ്റത്തുൽ മുൻതഹയുടെ ഈ വരയിൽ നിന്ന് അങ്ങോട്ടെങ്ങാനും കടന്നാൽ ഞാൻ കരിഞ്ഞു പോകും നബിയെ എന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുന ജിബ്രീൽ പറയുകയാ. അവിടുന്ന് അങ്ങോട്ട് ഈ പ്രപഞ്ചത്തിന്റെ നിഹായത്ത്, ഈ പ്രപഞ്ചത്തിന്റെ അറ്റത്തേക്ക് അള്ളാന്റെ റസൂൽ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ ദൂരം എത്രയാണെന്ന് പറയാൻ കഴിയില്ല. പ്രപഞ്ചത്തിന്റെ അറ്റമെന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുമായുള്ള സഞ്ചാരത്തിന്റെ മേഖലയാണ്. അതിന് ലോകമെന്ന് പറയാൻ കഴിയില്ല. അവിടെ സമയങ്ങളില്ല, സ്ഥലങ്ങളില്ല. അവിടേക്ക് ലോകത്തിന്റെ നായകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുകയാണ്. അള്ളാഹുവിനെ കാണുമ്പോൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അള്ളാഹുവിന്റെ പ്രവാചകർ അഭിസംബോധനം ചെയ്യുന്നു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, അള്ളാഹുവിനേക്കുള്ള സലാം എങ്ങനെയാണ്. തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരംപൊരുളായ അല്ലാഹു തആല പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം മടക്കുകയാണ്. അവരുടെ രണ്ടാളുടെയും കൂടിക്കാഴ്ച കഴിഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് സമ്മാനമായി 50 വഖത്താണ് അല്ലാഹു തആല നൽകുന്നത്.
വഴിയിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, എൻ്റെ ഉമ്മത്തിന് ഒരു വക്ത് കൊടുത്തിട്ട് അവർക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ 50 വക്ത് ചുരുക്കണം. അങ്ങനെ 5 ആക്കി ചുരുക്കി ആ ഒരു ഗിഫ്റ്റായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു പോരുന്നു. റസൂലുള്ളാഹിക്ക് 90,000 ഇൽമുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽഖാ ചെയ്തു കൊടുക്കുന്നു, ഇട്ടുകൊടുക്കുന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകർ ഈ മിഅ്റാജ് നടത്തിയത് ജസദ് കൊണ്ടാണ്, ശരീരം കൊണ്ടാണ്. റസൂലുള്ളാഹിക്ക് മൊത്തം 35 തവണ മിഅ്റാജ് നടന്നിട്ടുണ്ട്. അതിൽ 1 നുബുവത്തിന്റെ മുമ്പാണ്. അത് ശരീരം കൊണ്ടല്ല, അത് ഹൃദയം കൊണ്ടാണ്, ആത്മാവ് കൊണ്ടാണ്. 1 മാത്രം ജസദ് കൊണ്ട്. നുബുവത്തിന് ശേഷം 33 തവണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജ് നടന്നു. ആ 33 ജസദ് കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്. മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 തവണ മിഅ്റാജ് നടന്നു എന്ന് മഹാന്മാരാകുന്ന ആളുകൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകർ ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് എന്ന് അള്ളാഹു തആല മലായിക്കത്തിനോട് പറയുന്നു. മലായിക്കത്തുകൾ മുഴുവൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. സ്വർഗവും നരകവും ഗ്രഹങ്ങളും അതുപോലെ തന്നെ ഹൂർലീങ്ങളാകുന്ന പെണ്ണുങ്ങളും എല്ലാവരും അള്ളാഹുവിന്റെ പ്രവാചകരെങ്ങനെ കാത്തു നിൽക്കുക. ആരെയാണ്, എന്തിനാ കാത്തു നിൽക്കുന്നത്? തങ്ങളെയൊക്കെ പടക്കാൻ കാരണക്കാരായ, അല്ലെങ്കിൽ തങ്ങളെയൊക്കെ പടച്ചത് ആ മുത്ത് ഹബീബിന്റെ നൂറ് കൊണ്ടല്ലേ, ഞങ്ങളെ ഹഖീഖത്തിന് അവർ കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അള്ളാഹു തആല ആകാശത്തിന്റെ എല്ലാ ആഡംബരങ്ങളും, നയനമനോഹരമായ ആഡംബരങ്ങളും അങ്ങോട്ട് അടിച്ചുവിട്ടു. പക്ഷേ അള്ളാഹിന്റെ റസൂൽ അതിലേക്കൊന്നും ശ്രദ്ധിച്ചില്ല. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മാ സാഗൽ ബസറു വമാ തഗാ. റസൂലുള്ളാഹിന്റെ കണ്ണ് എവിടേക്കും തെറ്റിയില്ല, എവിടേക്കും പഴച്ചുപോയില്ല. അള്ളാഹുവിലേക്ക് മാത്രം. വേറെ ഒരു ഭാഗത്തേക്കും റസൂലുള്ളാഹിന്റെ കണ്ണ് ഒന്ന് മാറിപ്പോയതേ ഇല്ല. അതിനെ സന്തോഷപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ സാഗൽ ബസറു വമാ തഗാ ഫലാ തൽതഫിത്. അള്ളാഹിന്റെ റസൂലിന് ഒരു തിരിഞ്ഞു നോട്ടമേ ഉണ്ടായില്ല, അള്ളാഹുവിനെ മാത്രം. അങ്ങനെ പരമ്പൊരുളാകുന്ന ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരം വെളുക്കുന്നതിൻ്റെ മുമ്പേ തിരിച്ച് ഭൂമിയിലേക്ക് എത്തി. ഇതിനേക്കാൾ വലിയ അത്ഭുതം വേറെ എന്താണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് ജസദ് കൊണ്ടുള്ള മിഅ്റാജ് നടക്കൂ. വേറെ ആർക്കും അതിന് സാധ്യമല്ല. ഒറ്റ പ്രവാചകന്മാർക്കും അതുകൊണ്ട് അതിന് സാധ്യമല്ല. മറ്റു പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു തആല ആകാശത്തിന്റെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും എങ്ങനെയല്ല, ജസദോടുകൂടെയല്ല. വകദാലിക നുരി ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർള്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് മലക്കൂത്തിയായ ലോകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തത് പരിശുദ്ധമായ ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഔലിയാക്കൾക്കും മിഅ്റാജ് ഉണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ഷെയ്ഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു, ഇമാം റബ്ബാനി റളിയല്ലാഹു അൻഹു, അബ്ദുൽ കരീം ഇബ്രാഹിം അൽ ജീലി റളിയല്ലാഹു അൻഹു, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ മിഅ്റാജ് നടത്തിയതായി അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവർക്കൊക്കെ മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. സ്വാലിഹീങ്ങളാകുന്ന ആളുകൾക്കും ഔലിയാക്കൾക്കൊക്കെ മിഅ്റാജ് ഉണ്ട്. അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കാരം ഗിഫ്റ്റായിട്ട് കൊടുത്തത്. നബിയെ, ഇത് നിങ്ങളെ ഉമ്മത്തിനിക്കുള്ള സമ്മാനമാണ്. കാരണം എന്താ? നിസ്കാരം എന്ന് പറഞ്ഞാൽ അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നിസ്കാരം മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ്. ഒരാൾ യഥാർത്ഥ രൂപത്തിൽ നിസ്കരിക്കുമ്പോൾ
ആ നിസ്കാരം കഴിയുന്നതോടുകൂടെ 7 ആകാശവും കടന്ന് അവൻ അള്ളാഹുവിനെ കണ്ട് ആ പരംപൊരുളിനെ കണ്ട് അവൻ തിരിച്ചു വരുന്ന സുന്ദരമായ മുഹൂർത്തമാണ് നിസ്കാരം. സ്വാലിഹികളാകുന്ന ആളുകളൊക്കെ അങ്ങനെയായിരുന്നു. അവരൊക്കെ നിസ്കരിക്കാൻ നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. കാരണം അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന സുന്ദരമായ ഒരു മുഹൂർത്തമാണ് പരിശുദ്ധമായ നിസ്കാരം. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഈ മിഅ്റാജ് നടത്തിയത് റസൂലുള്ളാഹിക്ക് വളരെ വിഷമമുള്ള ഒരു കാലഘട്ടത്തിലാണ്. റസൂലുള്ളാഹിന്റെ ഏറ്റവും ഉറ്റവരാകുന്ന ആളുകളുടെ മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകർക്ക് വല്ലാത്ത വിഷമം അനുഭവപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിനെ ഒന്ന് ഹാപ്പിയാക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ മിഅ്റാജ് സംഘടിപ്പിക്കുന്നത്. മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്, ഇതേപോലെ ഒരാൾ എന്ത് ചെയ്യണം, ഹൃദയത്തിൽ ഗമ്മും ഹമ്മൊക്കെ വരുമ്പോൾ അവൻ ഈ ലോകം ചുറ്റി സഞ്ചരിക്കണം. ഈ ലോകം അവനക്ക് കാണാനുള്ളതാണ്. നല്ല നീയത്തോടുകൂടെ യാത്ര പോകണം. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൻ തസിർ, നീ യാത്ര ചെയ്താൽ തറൽ അജായിബ, നിനക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ കാണാൻ കഴിയും. ഫീ കുല്ലി മൻസിലിൻ, എല്ലായിടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അത്ഭുതകരമായ കാര്യങ്ങൾ നിനക്ക് കാണാൻ കഴിയുമെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോ നമ്മളെ കുടുംബവുമൊത്തുള്ളതായ യാത്ര, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഒരുക്കി വെച്ചതായ അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്തുകളുടെ നേർക്കാഴ്ച, അത് കാണൽ സുന്നത്താണ്, സുന്നത്തായ യാത്രകളാണ്. അതൊക്കെ നമ്മൾ നടത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിഅ്റാജിന് സമ്മാനമായി അള്ളാഹു നൽകിയ മറ്റൊരു രഹസ്യമായിരുന്നു 90,000 ഇൽമ്. അതിൽ 30,000 അള്ളാഹുവിന്റെ പ്രവാചകർ ഒരാൾക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. 30,000 പ്രത്യേകക്കാരാകുന്ന ആളുകൾക്ക് മാത്രം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. 30,000 എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂൽ വിതരണം ചെയ്തു. ഞാൻ പറഞ്ഞു വെക്കുന്നത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകക്കാരാകുന്ന ആളുകൾക്ക് കൊടുത്ത 30,000 ഇൽമ്, ആ ഇൽമ് ആരിഫീങ്ങളെ ഹൃദയത്തിലാണ്. ആരിഫീങ്ങളെ ഹൃദയത്തിലാണ് ആ ഇൽമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് കൊടുത്തു, അലിയാർ തങ്ങൾക്ക് കൊടുത്തു, ഹസൻ അൽ ബസരി തങ്ങൾക്ക് കൊടുത്തു, ഗൗസുൽ ആലമിനിക്ക് കൊടുത്തു. അങ്ങനെ ഉന്നതരായ ഔലിയാക്കൾ ഹൃദയത്തിൽ ആ 30,000 രഹസ്യമുണ്ട്. ആ രഹസ്യം അറിയുമ്പോൾ ഒരാൾ ഇൻസാനിയത്തിന്റെ ഉന്നതമായ തലത്തിലേക്ക് അവൻ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ മിഅ്റാജ് എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ആ രഹസ്യങ്ങളെ അറിയാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഈ മിഅ്റാജിലൂടെ ലഭിച്ചു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മിഅ്റാജിന്റെ പൂർണ്ണമായ ഒരു അകക്കാമ്പ് അറിയാനും അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കാനും ആ മാസ്മരികമായ യാത്ര ആത്മാവ് കൊണ്ട് നടത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.